ഈ ഖുർആൻ വിട്ട എന്തിനാന്ന് ചോദിക്കും. ഖുർആൻ വിട്ട എന്തിനാന്ന് ചോദിക്കും. ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഈ വിഷയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരെണ്ണം പറയുക. ഇവിടെ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പറഞ്ഞു കന്യക ജനിക്കും. അത് കഴിഞ്ഞ് 400 വർഷം മുമ്പ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ജനിക്കും. ആ പറഞ്ഞതുപോലെ തന്നെ ജനിക്കുകയും ചെയ്തു, ജീവിക്കുകയും ചെയ്തു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 600-610 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി വന്നിട്ട് പറയാണ് മറിയ യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ ഈത്തപ്പനയുടെ ചോട്ടിലാണ് പ്രസവിച്ചതെന്ന്. ഇത് എന്റെ കഥയോ എടാ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ അതുകൊണ്ടാണ് അത് വിട്ടതിന് ഒത്തിരി കാര്യം വേറെ ഉണ്ട്. പോട്ടെ, ഇതിപ്പോ വിഷയത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് പറഞ്ഞതാ. അപ്പൊ ഇവിടെ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്ന ആളാണ് യെശയ്യാ പ്രവാചകൻ. 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകം എന്ന് പറയുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 300 വർഷം കൂടെ പിന്നിട്ടപ്പോൾ, അഥവാ ക്രിസ്തുവിന്റെ ജനനത്തിന് 400 വർഷം മുമ്പ്, യെശയ്യാവിന് ശേഷം 300 വർഷം കഴിഞ്ഞ് മീഖ എന്ന് പറയുന്ന പ്രവാചകൻ രംഗത്ത് വന്നിട്ട് പറയാണ് യെശയ്യാവ് പറഞ്ഞ ആ രക്ഷകൻ ബത്ലഹേം എന്ന ഗ്രാമത്തിന്റെ എഫ്രാത്ത എന്ന വില്ലേജിൽ ജനിക്കും. ഇന്ന് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ച പോലെ ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പിറന്നിട്ടില്ല. കണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ബത്ലഹേം എഫ്രാത്തിൽ ജനിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി ലോകത്തിൽ പ്രത്യക്ഷനായി. 1-ാം ഭാഗം, യേശുക്രിസ്തു ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് ഒരു മാതൃകാ ജീവിതം കാണിച്ചു തന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, യേശുക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്ന മാതൃകാ ജീവിതം, ഒരു വാക്കിലോ പ്രവൃത്തിയിലോ ഒരു ദോഷം ഒരുത്തനും പറയാനില്ലാതെ ജീവിച്ചൊരു മാതൃകാ ജീവിതം ജീവിച്ച് കാണിച്ച ഓരൊറ്റ മാതൃകാ പുരുഷന്മാരോ നേതാക്കന്മാരോ പ്രവാചകന്മാരോ ഉലകത്തിലുണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. സ്തോത്രം. മാതൃകയുള്ള ജീവിതം. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയുള്ള ജീവിതം. ഇപ്പൊ 18 കാത്തിരിക്കുക, കാണിച്ചു തരാൻ തള്ളേ. 30 വയസ്സ് വരെ കീഴടങ്ങി ജീവിച്ചു. മാതൃകയുള്ള ജീവിതം. 33 തിരുവയസ്സിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമാകുന്ന, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി പാപമില്ലാത്ത ക്രിസ്തു എനിക്കും നിനക്കും പകരമായി ഏറ്റെടുക്കും. ക്രൂശിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ പുറംകണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എന്റെ പ്രിയൻ. ഹല്ലേലൂയ. കണ്ടോ കാൽവരിയിൽ കിടക്കുന്ന കാഴ്ച. ആമേൻ. പ്രവാചകൻ പറയുന്നു, ആമേൻ. ശൂനേംകാരത്തി പറഞ്ഞു എന്റെ പ്രിയൻ 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. എന്നാൽ പ്രവാചകൻ പറയുന്നു ഇല്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. വെണ്മയും ചുവപ്പുമുള്ളവനായ പ്രിയൻ കാൽവരിയുടെ കൊലക്കളത്തിൽ ആളല്ലാത്തവണ്ണം ഒരു മാംസകഷ്ണമായി മാറിയത് എന്നെയും നിന്നെയും നരകത്തിന്റെ പടുകുടിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എനിക്കും നിനക്കും പകരമായി യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ കയറെ തൂങ്ങുന്ന ഈ കാലം, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് ട്രെയിനിന് മുമ്പിൽ ചാടുന്ന ഈ കാലം, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കിത്തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി എത്ര ട്രെയിനിന്റെ മുമ്പിൽ ചാടിയാൽ പകരമാകും, എത്ര കയറെ തൂങ്ങിയാൽ പകരമാകും? അതൊന്നും ഇന്ന് രാത്രി ദൈവം നിന്നോട് ചോദിച്ചില്ലല്ലോ. പകരം ഒന്നേ ചോദിച്ചുള്ളൂ. ഇന്ന് രാത്രി നിന്റെ ഹൃദയം കർത്താവിനായി തുറക്കപ്പെടുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ആ യേശുവിന് വേണ്ടി തുറക്കപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കുന്ന രാത്രിയായി.